ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പരിപ്പുവട വളരെയധികം ഇഷ്ടമാണ്. നല്ല കട്ടൻ ചായയുടെ കൂടെ, ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോയാലോ. പരിപ്പുവടയ്ക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 1/2 കിലോ പരിപ്പ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 10 വറ്റൽമുളകാണ്. അത് നമുക്കിവിടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, വറുക്കാൻ ആവശ്യമായ എണ്ണ. പിന്നെ ഞാനിതൊരു ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇതെല്ലാം കൂടി. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹാൻഡ് ചോപ്പറാണിത്. അപ്പം നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. ഈവനായിട്ട് നമുക്ക് കിട്ടുന്നതിന് പിന്നെ നമ്മളുടെ സമയം ലാഭവും ഒക്കെ നമുക്ക് നന്നായിട്ട് ഈ ചോപ്പർ കൊണ്ട് ഗുണമാണ്. അപ്പം ഞാനിവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് കറക്റ്റായിട്ട് അടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിങ്ങനെ നന്നായിട്ട് വലിച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നല്ലതായിട്ട് കറക്റ്റായിട്ട് ചോപ്പായി കിട്ടും നമ്മളുടെ വെജിറ്റബിൾസൊക്കെ. അപ്പം ഞാനിവിടെ നമ്മളുടെ സവാളയും ഇഞ്ചിയും കൂടെ കറക്റ്റായിട്ട് നുറുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തെടുക്കാം. വറ്റൽമുളകും ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് നുറുക്കിയെടുക്കാനായിട്ട്. നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് പരിപ്പുവടയ്ക്ക് ആവശ്യമായ പരിപ്പൊന്ന് അരച്ചെടുക്കാം. അതിന് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം ഞാനിതിവിടെ അരച്ചെടുത്ത് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാനിത് 2 ബാച്ചായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിനകത്ത് വേണം. ഈ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് 2ാമത്തെ ബാച്ചിലുള്ള പരിപ്പും കൂടെ അരച്ചെടുക്കട്ടെ. അപ്പം നമുക്കിവിടെ പരിപ്പെല്ലാം ഇവിടെ അരച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം ഇവിടെ അരച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും കൂടിയാണ്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും കൂടി ചേർക്കണം. അപ്പം നല്ലൊരു പരിപ്പുവടയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പരിപ്പുവട നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സവാളയും മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നിടം വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ഇനി പരിപ്പുവടയ്ക്ക് ആവശ്യമായ എണ്ണ നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിലേക്കൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് പരിപ്പുവടയ്ക്ക് ആവശ്യമായ വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മളുടെ കയ്യിൽ വെച്ച് തന്നെ നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം ഈ പരിപ്പിനെ. അപ്പം ഞാനിവിടെ വെള്ളം നന്നായിട്ടൊന്ന് കയ്യിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കയ്യിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് പയ്യെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പരിപ്പുവടയുടെ ഷേപ്പിലേക്കായി കിട്ടും. അപ്പം ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി തിളച്ച എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് വട ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്നും ചെരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ ദേഹത്തൊന്നും വീഴാത്ത രീതിയിലാകും. പരിപ്പ് വട നമുക്ക് നന്നായിട്ട് വേഗത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നമ്മൾ പരിപ്പ് വട ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് വടയുടെ ഉൾവശം വേകാതെ പോകും, വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പരിപ്പ് വട ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോരോ പരിപ്പ് വടയായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് രണ്ട് വശവും നന്നായിട്ട് നമ്മളുടെ പരിപ്പ് വടയുടെ കളറൊക്കെ മാറി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നമുക്ക് ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പരിപ്പ് വട ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.